നമ്മുടെ ലാപ്ടോപ്പിലെ അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പിലെ റാം അപ്ഗ്രേഡ് ചെയ്യുന്ന സമയത്ത് പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ പ്രോസസ്സർ CPU എത്ര റാം സ്പീഡ് സപ്പോർട്ട് ചെയ്യുന്നുള്ളത്. അത് എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മളുടെ സിസ്റ്റത്തിൽ കറൻ്റ്ലി ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന CPU ഏതാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ദിസ് പീസിൻ്റെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് പ്രോപ്പർട്ടീസ് എടുത്ത് വെച്ചാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. കോർ i5 അല്ലെങ്കിൽ i3 എന്ന് കഴിഞ്ഞിട്ട് 8 എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ 8th ജനറേഷനാണ്. അതേപോലെ തന്നെ ഓരോ ജനറേഷനും മാറ്റം ഉണ്ടാവും. 13th ആണെങ്കിൽ 13th എന്ന് കാണിക്കും. ഇത് കുറച്ച് പഴയ പ്രോസറാണ്. 14th ജനറേഷനിലുള്ള പ്രോസർ വരെ ഇപ്പോൾ അവൈലബിൾ ആണ്. അതേപോലെ AI ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള അൾട്രാ സീരീസിലുള്ള പ്രോസസ്സും അവൈലബിൾ ആണ്. നിങ്ങൾ ഇവിടുന്ന് ഈ പ്രോസസ്സറിൻ്റെ ഡീറ്റെയിൽസ് ജസ്റ്റ് സെലക്ട് ചെയ്ത് കോപ്പി ചെയ്യുക. ബ്രൗസർ ഓപ്പൺ ചെയ്തതിന് ശേഷം Intel ARK എന്ന് ടൈപ്പ് ചെയ്യുക. അതിൽ പ്രൊഡക്റ്റ് സ്പെസിഫിക്കേഷൻ എന്ന് എടുക്കുക. അവിടെ സെർച്ചിൽ നിങ്ങൾ കോപ്പി ചെയ്ത ഡീറ്റെയിൽസ് പേസ്റ്റ് ചെയ്യുക. സെർച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പ്രോസറിൻ്റെ ഡീറ്റെയിൽസ് കാണാം. അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മളുടെ CPUവിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് കാണാൻ പറ്റും. അതിൽ മെമ്മറി സ്പെസിഫിക്കേഷൻ എടുത്തു കഴിഞ്ഞാൽ മെമ്മറി എത്രത്തോളം സപ്പോർട്ട് ചെയ്യുന്നുള്ള ഡീറ്റെയിൽസ് കിട്ടും. അവിടെ മാക്സിമം മെമ്മറി സൈസ് എന്ന് പറയുന്നത് 64 GB ആണ്. അതോടൊപ്പം തന്നെ മെമ്മറി ടൈപ്പ് നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാം 2400 എന്നുള്ളതാണ്. DDR4 ആണ്. അതേപോലെ LPDDRൻ്റെ സ്പീഡും അവിടെ കാണിക്കും. ഈ ഒരു CPU സപ്പോർട്ട് ചെയ്യുന്ന മാക്സിമം സ്പീഡാണിത്. ഇതിൽ കൂടുതലുള്ള സ്പീഡ് ഇട്ടിട്ടുണ്ടെങ്കിലും നമ്മൾക്ക് ഈ ഒരു സ്പീഡിലുള്ള പെർഫോമൻസ് മാത്രമേ മെമ്മറിക്ക് ഉണ്ടാവുള്ളൂ. നിങ്ങൾ 32 ബിറ്റ് OS ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ മാക്സിമം സപ്പോർട്ട് ചെയ്യുന്ന മെമ്മറി സൈസ് എന്ന് പറയുന്നത് 4 GB ആണ്. Windows 11 എന്ന് പറയുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമുക്ക് 32 ബിറ്റിൽ അവൈലബിൾ അല്ല. അപ്പോൾ റാം അപ്ഗ്രേഡ് ചെയ്യുന്ന സമയത്ത് ഈ കാര്യങ്ങളും കൂടി ഒന്ന് ഓർത്ത് വയ്ക്കുക. ഇതേപോലെ ഇതിന് മുന്നേ ഉള്ള 2 വീഡിയോകളും നിങ്ങൾ ചെക്ക് ചെയ്യുക. റാമുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ തന്നെയാണ്. ഇനി നിങ്ങളുടെ CPU Intel അല്ല AMD ആണെന്നുണ്ടെങ്കിലും AMDൻ്റെ വെബ്സൈറ്റിലും ഈ ഡീറ്റെയിൽസ് ഒക്കെ സ്പെസിഫിക്കേഷൻസ് ഒക്കെ അവൈലബിൾ ആണ്. ചെക്ക് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതേപോലെയുള്ള വീഡിയോകൾക്കായിട്ട് എൻ്റെ അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്യുക. അറിയാത്തവർക്കായിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഒരുപാട് ആളുകൾക്ക് ഇത് ഉപകാരപ്പെടും. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.